Hello children, this video is in response to many of your requests asking for this chapter's MCQ questions. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഡിലേ ആയി പോകാനുള്ളൊരു കാര്യമുണ്ട്. ഈ MCQസിൻ്റെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടല്ല നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടി. ദാറ്റ് ഷുഡ് ബി ദ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടി. ഓക്കെ, ഇങ്ങനെ കുറേ MCQs കണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ഫസ്റ്റ് നിങ്ങൾ പറയുക, പിന്നെ വീഡിയോയിൽ നോക്കി പറയുക. That and all is very good for the last minute revision. But then for the starting preparation, ഇങ്ങനെ MCQs നോക്കിയിട്ടല്ല യു ഷുഡ് ബി പ്രിപ്പയറിങ് ഫോർ യുവർ എക്സാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു ചെറിയ സ്ട്രാറ്റജി പറഞ്ഞുതരാം, ഹൗ ടു ഗോ അബൌട്ട് യുവർ പ്രിപ്പറേഷൻ. ഞാൻ ഇതിന് മുന്നേ കുറേ വീഡിയോസിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, പിന്നെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കുറേ പാർട്സ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ നോക്കുക. അപ്പോൾ അതിൽ ഞാൻ മാത്രം 2 പേജസ് കവർ ചെയ്യുന്നുള്ളൂ ഈ ലെസൻ്റെ. അപ്പോൾ ഈ ഫസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു റീഡ് ത്രൂ ദിസ് ചാപ്റ്റർ. അപ്പോൾ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Consider the following situations of daily life and think what happens when milk is left at room temperature during summers, an iron tawa or pan or nail is left exposed to humid atmosphere, grapes get fermented, food is cooked, food gets digested in our body, we respire. ഓക്കെ, അപ്പോൾ ഇത്രയും വായിച്ചല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ വീഡിയോയും കേട്ടതിൻ്റെ ശേഷം എന്താ മനസ്സിലാക്കുന്നത്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഈ കെമിക്കൽ റിയാക്ഷൻസ് നമ്മളിങ്ങനെ നോട്ട് ഡൗൺ ചെയ്തെടുത്ത് വെക്കാം. കർഡ്ലിംഗ് ഓഫ് മിൽക്ക്, കൊറോഷൻ, ഫെർമെൻറ്റേഷൻ, കുക്കിംഗ് ഓഫ് ഫുഡ്, ഡൈജഷൻ, റെസ്പിറേഷൻ, ബേണിംഗ് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് നമ്മളെ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് റീഡ് ചെയ്യാം. ഇൻ ഓൾ ദ അബവ് സിറ്റുവേഷൻസ് ദ നേച്ചർ ആൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഇനീഷ്യൽ സബ്സ്റ്റൻസ് ഹാവ് സംവാട്ട് ചേഞ്ച്ഡ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ എന്താവുന്നത്? നേച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് ഇനീഷ്യൽ സബ്സ്റ്റൻസ് ഇസ് ചേഞ്ചിങ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. In chemical reactions, the nature and identity of the initial substance changes. ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഡാഷ് ഇടുക? ഇനീഷ്യലിന് വേണമെങ്കിൽ ഡാഷ് ഇടുക അല്ലേ? ഇനീഷ്യൽ സബ്സ്റ്റൻസ് ആണോ ചേഞ്ച് ആവുന്നത്? മീൻസ് ഇതിന് നിങ്ങൾക്ക് ഇനിയൊരു വേ ഓഫ് ആസ്കിങ് വുഡ് ബി പ്രൊഡക്ട്സിൻ്റെ നേച്ചർ ചേഞ്ച് ആവും, അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെ നേച്ചർ ചേഞ്ച് ആവും. അപ്പോൾ ഇനീഷ്യൽ സബ്സ്റ്റൻസ് മീൻസ് യു ഹാവ് ടു റൈറ്റ് റിയാക്റ്റൻസ്. Okay, so ഈ സെൻറ്റൻസ് വെച്ചിട്ട് so many different ways the questions can be asked, but you should be thorough. Okay, initial substance reactantsൻ്റെ chemical nature ആണ് ചേഞ്ച് ആവുന്നത് after a chemical reaction. Okay, now let us see further. We have already learnt about physical and chemical changes of matter in our previous classes. Whenever a chemical change occurs, we say that a chemical reaction has taken place. Okay, അപ്പോൾ ഇതിലൊന്നും നോട്ട് ചെയ്യാനില്ല. You may perhaps be wondering as to what is actually meant by a chemical reaction. How do we come to know that a chemical reaction has taken place? Let us perform some activities to find the answer to these questions. Okay, ഇതുവരെ ഒന്നുമില്ല. So let us read further. Okay, further ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ആക്ടിവിറ്റീസും പിന്നെ ഇങ്ങനത്തെ ഡയഗ്രാംസും ഒക്കെ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഡയഗ്രാമിനും ആക്ടിവിറ്റിനും പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബ്ലൂ ക്വസ്റ്റ്യൻസിനൊക്കെ ഓവർലുക്ക് ചെയ്യരുത്. അതിന് നിങ്ങൾ നല്ല കോൺസെൻട്രേഷനിലൂടെ പഠിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ ചോദിക്കുന്നത്? The activity needs the teacher's assistance. It would be better if students wear suitable eyeglasses. അപ്പോൾ ഈ സൂട്ടബിൾ ഐ ഗ്ലാസസ് എന്ന് പറയാൻ കാരണം എന്താ? അത് നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാഗ്നീഷ്യം റിബൺ വെൻ ഇറ്റ് ബേൺസ് വിത്ത് എ വെരി ബ്രൈറ്റ് ലൈറ്റ്. അതുകൊണ്ടാണ് ഈ പ്രിക്കോഷൻ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ കേട്ടപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഇത് റീഡ് ചെയ്തപ്പം ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, ഐ ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തെടുത്ത് വെക്കാം. Magnesium ribbon burns with a dazzling white flame, so it is important to wear eye protection. ഇങ്ങനെ ഒരു പോയിന്റ് നോട്ട് ഡൗൺ ചെയ്യുക. Now let us read further.
Clean a magnesium ribbon about 3 to 4 centimeter long by rubbing it with sandpaper. അപ്പോൾ ഇതിൽ വീഡിയോയിൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളത് ഈ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ മാഗ്നീഷ്യം റിബണിൽ ഒരു കോട്ടിംഗ് ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ് നാച്ചുറലി ഫോംഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാഗ്നീഷ്യം റിബണിനെ ബേൺ ചെയ്യുന്ന ആക്ടിവിറ്റി നോക്കണമെങ്കിൽ ഫസ്റ്റ് ആ മാഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ലെയറിനെ പോക്കേണ്ടി വരും അല്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്ലീൻ ദ മാഗ്നീഷ്യം റിബൺ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബ്ലൂ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. സോ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. It is important to clean the magnesium ribbon with sandpaper to remove the layer of magnesium oxide. അപ്പോൾ നോട്ട് ഡൗൺ ചെയ്ത് ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കാം. Hold it with a pair of tongs, burn it using a spirit lamp or burner and collect the ash so formed in a watch glass as shown in the figure. Burn the magnesium ribbon keeping it away as far as possible from your eyes. What do you observe? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ ആക്ടിവിറ്റി കഴിഞ്ഞാൽ എന്തോ ഒബ്സർവ് ചെയ്യുക, ഒരു ബ്രൈറ്റ് ലൈറ്റും കാണുന്നുണ്ട്. ആൻഡ് ദെൻ ഫ്രം ദ ഫിഗർ ഓൾസോ യു ക്യാൻ സി മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് കളക്ട് ആവുന്നത് ഇൻ ദ ഡിഷ് വെൻ യു ബേൺ ദ റിബൺ. ഓക്കെ, ഈ മാഗ്നീഷ്യം ഓക്സൈഡ് യു ആർ കളക്ടിങ് ഇൻ ദ ഡിഷ്. അപ്പോൾ ഈ ഫിഗറും ഒന്ന് ഓർമ്മയിൽ വെക്കാം. ലെറ്റ് us go to the next page. You must have observed that magnesium ribbon burns with a dazzling white flame and changes into a white powder. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. മാഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കളർ എന്താണ്? അതൊരു പൗഡറാണ്, ദാറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ. ദിസ് പൗഡർ ഇസ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ. അപ്പോൾ ദിസ് യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. ഓൺ ബേണിംഗ് മാഗ്നീഷ്യം റിബൺ വി ഗെറ്റ് എ വൈറ്റ് പൗഡർ ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഈ ആക്ടിവിറ്റി 1.2 നോക്കാം. Take lead nitrate solution in a test tube. Add potassium iodide solution to this. What do you observe? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്ടിവിറ്റി. ഇത് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റെസ്റ്റ് ഓഫ് ദ ചാപ്റ്ററിൽ നിങ്ങൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിക്കും. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ ഈ ആക്ടിവിറ്റി സെക്കൻഡ് പേജിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ലെഡ് നൈട്രേറ്റ് സൊല്യൂഷനും പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷൻ മിക്സ് ചെയ്താൽ എന്താവും? ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി ടു ബി ഡൺ. സോ ലെറ്റ് us see what point we have to note down. Lead nitrate reacts with potassium iodide to form lead iodide and potassium nitrate. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. ഇത് നിങ്ങൾ ശരിക്കും ബൈ ഹാർട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, നീ MCQs റിയാക്ഷൻ എങ്ങനെ ചോദിക്കും ചോദിച്ചാൽ ദേ വിൽ ഗിവ് യു ദ റിയാക്ടൻസ് ആൻഡ് ആസ്ക് യു വാട്ട് ക്യാൻ ദ പ്രൊഡക്ട്സ് ബി. അപ്പോൾ യു ഷുഡ് നോ ആൻഡ് ദെൻ ദ അബവ് റിയാക്ഷൻ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇതും ഓർമ്മ വെക്കണം. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ നിങ്ങൾ ഇനിയും ഫർദർ നോട്ട്സ് ഉണ്ടാകുമ്പോൾ ഇനിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കുറേ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പഠിക്കണ്ടല്ലോ. അപ്പോൾ ഒരു ഫ്രഷ് പേജിൽ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, പിന്നെ ഡബിൾ ഡിസ്പ്ലേ, അങ്ങനെ വേറെ വേറെ ബോക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെന്ന് മനസ്സിലാവുന്ന എല്ലാ റിയാക്ഷൻസിനും ആ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാമ്പിളായ എല്ലാ റിയാക്ഷൻസിനും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ എന്താവും? നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൽ വരാൻ പോകുന്ന ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ആവും, ദ ഗിവൻ റിയാക്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അപ്പോൾ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിട്ട് വരും. അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദാറ്റ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ കണ്ടിട്ട് ഇപ്പോൾ ഈ ആക്ടിവിറ്റിയിലോട് നമ്മൾ നോട്ട് ചെയ്ത പോയിന്റ് എന്താണ്? ഈ റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ നമുക്ക് ഇനിയൊരു കാര്യം ഓർമ്മ വെക്കാൻ എന്താ, ഇനി ഈ റിയാക്ഷൻ്റെ ഇനിയൊരു പ്രത്യേകത എന്താ അറിയോ? ഈ ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആണിത്. മീൻസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഔട്ട് ഓഫ് ദ സൊല്യൂഷൻ സ്റ്റേറ്റ് ചേഞ്ച് ഹാപ്പൻസ്. ഇപ്പോൾ ഇൻ ദിസ് കേസ് യു നോ ദിസ് lead nitrate that is colorless and your potassium iodide is also colorless, but this lead iodide that is formed, that is yellow in color. Okay, so that you have to know. So you can note down lead iodide is yellow in color. അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ബിക്കോസ് ദാറ്റ് മേ കം ആസ് എ ക്വസ്റ്റ്യൻ. ആ യെല്ലോ കളർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന്. lead iodide ആണ് ആ യെല്ലോ കളർ precipitate ആവുന്നത്. ഓക്കെ, so this I'm just giving you this picture again so that it remains in your mind. Okay, ഈ yellow color formed because of formation of lead iodide. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അതാണ് ഈ ആക്ടിവിറ്റീൻ്റെ ഉദ്ദേശം. ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ നടന്നാൽ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഹാപ്പൻസ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെ ആവുന്നുണ്ട്? സോളിഡ് ഫോമിലല്ല അത് വരുന്നത്, precipitate ഔട്ട് ആവുന്നത്. These both are solutions, but when you mix a lead iodide is formed which is no more soluble, it is in an insoluble state. Okay, അപ്പോൾ സൊല്യൂബിലിറ്റി ചേഞ്ച് ആവുന്നുണ്ട്, സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് അവർ ഫോം ആവുന്നത്. സോ വി സേ ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. സോ ദർ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. Now let us see this activity 1.3.
Take a few zinc granules in a conical flask or a test tube. Add dilute hydrochloric acid or sulfuric acid to this. Handle the acid with care. Do you observe anything happening around the zinc granules? Touch the conical flask or test tube. Is there any change in its temperature? അപ്പോൾ ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ഒരു സിങ്ക് ഗ്രാന്യൂൾസിനെ ഫ്ലാസ്കിലെടുത്ത് അതിലേക്ക് ഈ ഡൈല്യൂട്ട് ആസിഡ് സൊല്യൂഷൻ ഇടാനാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് ആയിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് എടുത്ത് വെക്കാം. അതിൽ 2 ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ സിങ്ക് ഗ്രാന്യൂൾ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? സിങ്ക് ക്ലോറൈഡ് ഇസ് ഫോംഡ്, ഓക്കെ, ആൻഡ് ഹൈഡ്രോജൻ ഗ്യാസ് ഇസ് റിലീസ്ഡ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് റിലീസ് ആവുന്നത്, ഹൈഡ്രോജൻ ഗ്യാസ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ ബബിൾസ് ആയിട്ടാണ് കാണപ്പെടുക ഗ്രാന്യൂൾസിൻ്റെ അറൗണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഗ്യാസ് ബബിൾസ് ആർ സീൻ അറൗണ്ട് ദ സിങ്ക് ഗ്രാന്യൂൾസ്. ഓക്കെ, ഈ ഗ്യാസ് എന്തിൻ്റെ ഗ്യാസ് ആണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോജൻ ഗ്യാസ്. ഇപ്പോൾ ഹൈഡ്രോജൻ ഗ്യാസിന് ഒരു കളറും ഇല്ല, ഒരു ഓഡറും ഇല്ല. അപ്പോൾ ഇറ്റ് ഇസ് എൻ ഓഡർലെസ് കളർലെസ് ഹൈഡ്രോജൻ ഗ്യാസ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ, മീൻസ് ഇറ്റ് ബിക്കംസ് ബിറ്റ് വാം. ദാറ്റ് റിയാക്ഷൻ ബിക്കംസ് ബിറ്റ് വാം, മീൻസ് ഹീറ്റ് ഇസ് റിലീസ്. സോ ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊരു പോയിൻറ്റ് വൈസ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് എടുത്ത് വെക്കാം. ഇതിൻ്റെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ Zn plus 2HCl gives you ZnCl2 plus H2. So here it is H2 that is being released, which is the coming out as form of bubbles. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഹൈഡ്രോജൻ്റെ ബബിൾസ് കാണാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പിക്ചർ വീണ്ടും കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ദിസ് ബബിൾസ് ആർ ഫോംഡ് വിച്ച് ഈസ് ഓഫ് ഹൈഡ്രോജൻ. Hydrogen is a colorless, odorless gas. And one more point we can include here is this is exothermic. Okay, it releases heat. അപ്പോൾ ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ഒരു MCQ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ when dilute hydrochloric acid is added to granulated zinc placed in a test tube, the observation made is. ഇപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡും ആവാം സൾഫ്യൂരിക് ആസിഡും ആവാം. ബോത്ത് കേസസ് ഹൈഡ്രോജൻ ഇസ് റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നത് എന്താ? ദ സർഫേസ് ഓഫ് മെറ്റൽ ടേൺസ് ഷൈനിങ്, ദ റിയാക്ഷൻ മിക്സ്ചർ ടേൺസ് മിൽക്കി, ദ ഓഡർ ഓഫ് ക്ലോറിൻ ഇസ് ഒബ്സർവ്ഡ്, ദ കളർലെസ് ആൻഡ് ഓഡർലെസ് ഗ്യാസ് ഇവോൾവ്സ് വിത്ത് ബബിൾസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രോജൻ ഇസ് ഇവോൾവ് എന്ന് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പകരം എന്താ തന്നെ? ആ കളർലെസ് ആൻഡ് ഓഡർലെസ് ഗ്യാസ് ഇവോൾവ്സ് വിത്ത് ബബിൾസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ ഡി ആണ്. പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റിൽ പഠിച്ചല്ലോ ഹൈഡ്രോജൻ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ കോൺസെപ്റ്റ് ലേണിംഗ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനത്തെ കുറേ MCQs എടുത്താൽ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, യു വിൽ ബി വെരി മച്ച് റെഡി ഫോർ യുവർ ബോർഡ് എക്സാംസ് ഫസ്റ്റ് ടേം. Okay, let us continue reading. From the above 3 activities, we can say that any of the following observations help us to determine whether a chemical reaction has taken place. അപ്പോൾ above 3 activities എന്തൊക്കെ ആയിരുന്നു? മാഗ്നീഷ്യം റിബൻ്റെ ബേണിംഗ് ആയിരുന്നു, പിന്നെ your potassium iodide ആ ഫോർമേഷൻ ആയിരുന്നു, and then you have your hydrogen gas being released when hydrochloric acid reacts with zinc. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസിലൂടെ എന്തൊക്കെ കണ്ടത്? സം ചേഞ്ചസ് അക്കേർഡ്. ആ ചേഞ്ച് ഇപ്പോൾ നമുക്ക് എന്താ ഇതിന് കൺക്ലൂഡ് ചെയ്യുക? ആ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ വി ക്യാൻ കോൾ ദിസ് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ എന്തൊക്കെ സംഭവം നടക്കും? Change in state, change in color, evolution of a gas, change in temperature. You can also include formation of precipitate. Change in state നടന്നപ്പോൾ എന്തായി? Formation of precipitate. So these all are characteristics of a chemical reaction. As we observe the changes around us, we can see that there is a large variety of chemical reactions taking place around us. We will study about the various types of chemical reactions and their symbolic representation in this chapter. അപ്പോൾ ഇതിലൊന്നും നമുക്ക് എടുത്തെഴുതാനില്ല. അപ്പോൾ ഇങ്ങനെ ഇത് റീഡ് ചെയ്തിട്ട് വീഡിയോ കണ്ടതുകൊണ്ട് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇങ്ങനെ പോയിൻറ്റ് വൈസ് നോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ നിങ്ങളെ മനസ്സിൽ വരാം, ഈ നോട്ട് ഡൗൺ ചെയ്യുന്ന നേരം ഞാൻ ടെക്സ്റ്റ് ബുക്ക് തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ പോരെയെന്ന്. അത് ഓക്കെയാണ്, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി റിവൈസ് ആവും. ബട്ട് നിങ്ങൾ ഈ നോട്ട് ഡൗൺ ചെയ്തൊന്ന് എഴുതിയെടുക്കുമല്ലോ, ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്. ഓക്കെ, വെൻ യു ആർ റൈറ്റിംഗ് യു ആർ ലേണിംഗ് ഓൾസോ. അപ്പോൾ വൺ ടൈം ലേണിംഗ് ഹാപ്പൻസ്. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ പിന്നെയും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് റിവിഷൻ ചെയ്യുന്ന നേരം ഈ എഴുതിയെടുത്ത നോട്ട്സ് ഒന്ന് ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയും. സോ ഐ സജസ്റ്റ് ഇറ്റ് ഈസ് ബെറ്റർ യു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് കീപ്പ് എ മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് ബുക്ക്, യുവർ MCQ ബുക്ക് ഫോർ ഓൾ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യുവർ റിവിഷൻ വർക്ക്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ, കെമിക്കൽ ഇക്വേഷൻസ്. അത് ഞാൻ സെക്കൻഡ് വീഡിയോയിലാണ് എടുത്തത്. അപ്പോൾ
അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് കവർ ചെയ്താൽ മതി. ഒന്നായിട്ട് ഫുൾ ലെസൻ്റെ ഒരു 1 hour to 1.5 hours if you spend, you will be able to finish one full lesson, 3 videos, and then follow it up with such note making. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ you will have notes to learn from for your MCQ, ഫസ്റ്റ് ടേമിൻ്റെ MCQ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുവിധം ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്റർ ഫുൾ റീഡ് ചെയ്ത് നോട്ട് ചെയ്തതിൻ്റെ ശേഷം then you go for your MCQ practice sessions. ഓക്കെ, അത് ലൈവായിട്ടോ ആരെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ അങ്ങനെ കുറേ നിങ്ങൾക്ക് കിട്ടും MCQൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇൻഫാക്റ്റ് CBSEൻ്റെ വെബ്സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻസ് ഓൾസോ. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. CBSEൻ്റെ വെബ്സൈറ്റിൽ ക്വസ്റ്റ്യൻ ബാങ്ക് തന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് റീഡ് ചെയ്ത് നോക്കിയിട്ട് then you are ready with that chapter. Okay, and I hope this video is beneficial for you. Do it same way for all subjects, science avate, maths avate, social science avate, Hindi, English, Malayalam, everything. Do it like this. ഓരോ ലൈൻ വിടാതെ make yourself 1 mark questions and that you revise. And finally നിങ്ങൾ ഈ MCQ പ്രാക്ടീസ് സെഷൻസ് ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. ഫസ്റ്റ് ഇങ്ങനെ നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി നോട്ട്സ് മേക്കാക്കി വെക്കണം. Okay, I hope this benefits you all. Okay children, bye.